Good afternoon, all of you. Today we are going to discuss about the second chapter, that is In Search of the Source of Wind. In Search of the Source of Wind. What is the word meaning? കാറ്റിൻ്റെ ഉറവിടം തേടി. So I think you got an idea about this chapter. Okay, this chapter we going to discuss about the different types of winds, the causes of the winds, then atmospheric pressure, etc. Okay, local winds. Okay, so the second chapter, In Search of the Source of Wind, കാറ്റിൻ്റെ ഉറവിടം തേടി. Okay. So, first of all, you must understand, or you should understand, what do you mean by atmospheric pressure? എന്താണ് അന്തരീക്ഷ മർദ്ദം? This is an important point. Atmospheric pressure. I think you know that atmospheric pressure, right, from your physics, right? So, atmospheric pressure is the weight of atmospheric air, and that the variations in the atmospheric pressure are the basic reason for wind. So what do you mean by atmospheric pressure? It is the weight of atmospheric air. Simply, it is the weight of air. അല്ലേ? നമ്മളുടെ അറ്റ്മോസ്ഫിയറിലുള്ള എയറിൻ്റെ വെയ്റ്റിനെയാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ അന്തരീക്ഷത്തിലുള്ള വായുവിൻ്റെ വെയ്റ്റ്, വായുവിൻ്റെ ഭാരത്തിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്, അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത്. So we know that the wind, the air which move from the high atmospheric pressure to the lower atmospheric pressure, right? That is the basic reason for the wind. അപ്പോൾ നമുക്കറിയാം, ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടിയ ഭാഗത്ത് നിന്നാണ് എയർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറഞ്ഞ ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നത്. അതുതന്നെയാണ് വിൻഡ് ഉണ്ടാവാനുള്ള ബേസിക് റീസണും എന്ന് പറയുന്നത്. കാറ്റുണ്ടാവാനുള്ള പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത്, ബേസിക് റീസൺ. കാറ്റുണ്ടാവാനുള്ള പ്രധാനപ്പെട്ട റീസൺ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് വായു മൂവ് ചെയ്യുന്നു. അതാണ് കാറ്റുണ്ടാവാനുള്ള ബേസിക് റീസൺ. അന്തരീക്ഷ മർദ്ദം കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നു. സോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മീൻസ് ഇറ്റ് ഈസ് ദ വെയ്റ്റ് ഓഫ് ദി അറ്റ്മോസ്ഫിയറിക് എയർ. ഇറ്റ് ഈസ് ദ വെയ്റ്റ് ഓഫ് ദി അറ്റ്മോസ്ഫിയറിക് എയർ. ഓക്കെ, ക്ലിയർ? Then some facts about atmospheric pressure. The average weight that air expert on the earth's surface is 1034 milligram per centimeter square. അപ്പോൾ ഏകദേശം അന്തരീക്ഷത്തിൽ ഏകദേശം വായു ചെലുത്തുന്ന വെയ്റ്റ് എന്ന് പറയുന്നത് 1034 മില്ലിഗ്രാമാണ്. അതായത് സെൻറ്റിമീറ്റർ സ്ക്വയറിൽ 1034 മില്ലിഗ്രാമാണ് ഏകദേശം എന്ത് ചെയ്യുന്നത്, വായു ചെലുത്തുന്ന വെയ്റ്റ്. Then the atmospheric pressure is measured using an instrument called mercury barometer. സോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ്, അതിൻ്റെ പേരെന്താണ്? മെർക്കുറി ബാരോമീറ്റർ എന്നാണ്. ഇറ്റ് ഈസ് റെക്കോർഡഡ് ഇൻ യൂണിറ്റ്സ് ലൈക്ക് മില്ലിബാർ ആൻഡ് ഹെക്ടോപാസ്കൽ. അത് എങ്ങനെയാണ്, ഏതൊക്കെ യൂണിറ്റുകളിലാണ് അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്? മില്ലിബാർ അല്ലെങ്കിൽ ഹെക്ടോപാസ്കൽ, ഈ രണ്ട് അളവുകളിലാണ് അത് എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. മെർക്കുറി ബാരോമീറ്ററാണ് അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്, ഉപകരണം, അത് അളക്കാനുള്ള ഉപകരണം അല്ലേ? ഇപ്പം നമുക്കറിയാം, നമ്മളെ ടേപ്പ് എടുത്തു കഴിഞ്ഞാൽ, ടേപ്പാണ് നമ്മൾ ലെങ്ത്തൊക്കെ അളക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. അതിൽ സെൻറ്റിമീറ്റർ ഉണ്ട്, മീറ്റർ ഉണ്ട് അല്ലേ? അതിലൊരുപാട് എന്തുണ്ട്, യൂണിറ്റ്സ് ഉണ്ട്. അപ്പം അതേപോലെ തന്നെ മെർക്കുറി ബാരോമീറ്റർ ആണ് ഇൻസ്ട്രുമെൻ്റ്. അതിലേതൊക്കെ അളവുകളിൽ, ഏതൊക്കെ യൂണിറ്റ്സിലാണ് അത് അളന്ന് വെക്കുന്നത്? മില്ലിബാർ അഥവാ ഹെക്ടോപാസ്കൽ, ഈ രണ്ട് യൂണിറ്റ്സിലാണ് അത് അളക്കുന്നത്.
The level of mercury at normal atmospheric pressure will be 76 centimeter. അപ്പോൾ മെർക്കുറി ബാരോമീറ്ററിൽ അല്ലെങ്കിൽ ഏകദേശം ഒരു നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? 76 സെൻറ്റിമീറ്റർ ആയിരിക്കും. അത് നമ്മൾ പിന്നെ ഈ പറഞ്ഞിട്ടുള്ള യൂണിറ്റ്സിൽ മെഷർ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1013.2 millibar or 1013.2 hectopascal എന്ന് കിട്ടും. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ദെൻ factors influencing atmospheric pressure. There are three factors which influencing the atmospheric pressure. Which are they? Altitude, temperature and humidity. Altitude means height, uyaram. Temperature means ചൂട്. Then humidity. Humidity, what do you mean by humidity? സാന്ദ്രത. Okay. So altitude, temperature and humidity are the three factors influencing the atmospheric pressure. Then first one, atmospheric pressure and altitude. Atmospheric pressure and altitude. You know that there is a picture which pointed A and B. അല്ലേ, 2 പോയിൻറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്, എ എന്ന് പറഞ്ഞിട്ടും ബി എന്ന് പറഞ്ഞിട്ടും. എവിടെയായിരിക്കും അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുതൽ, എവിടെയായിരിക്കും ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ? Then why? What is the reason? Then the another example, sometimes നമ്മൾ എന്താ പറയുക, ഹൈറ്റ് കൂടിയ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾക്ക് ചിലപ്പം മൂക്കിൽ നിന്ന് ബ്ലഡ് വരിക, അല്ലെങ്കിൽ ശ്വാസതടസ്സം ഉണ്ടാവുക, അല്ലേ, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ ഈ വലിയ വലിയ പിന്നെ മലകളൊക്കെ കയറുക, അതായത് കൊടുമുടികളൊക്കെ കയറുക, എവറസ്റ്റ് പോലുള്ള കൊടുമുടികളൊക്കെ കയറുന്ന സമയത്ത് ആളുകൾ ഓക്സിജൻ സിലിണ്ടർ അവരുടെ കൂടെ ഉണ്ടായിരിക്കും. വാട്ട് ഈസ് ദ റീസൺ? എന്തുകൊണ്ടാണ് അങ്ങനെ നമുക്ക് ഉയരത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടാനുള്ള കാരണം? വാട്ട് ഈസ് ദ റീസൺ? നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ? യെസ്, the atmospheric pressure decreases with altitude. What is the reason? The atmospheric pressure which decreases the altitude. ഉയരം കൂടുന്നതിനനുസരിച്ച് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് പോകും തോറും, അല്ലേ, ഉയരം കൂടുന്നതിനനുസരിച്ച് വായുവിൻ്റെ സാന്നിധ്യം, വായുവിൻ്റെ പിന്നെ പ്രസൻസ് കുറയുകയാണ് ചെയ്യുക. ഭൂമിക്ക് അടുത്ത് വരുമ്പോഴാണ് വായു, എയർ ഏറ്റവും കൂടുതലുണ്ടായിരിക്കുക. ഇവിടെ നിന്ന് മുകളിലേക്ക് പോകും തോറും വായുവിൻ്റെ പ്രസൻസ് കുറവായിരിക്കും. ദാറ്റ് ഈസ് ദ റീസൺ. ഓക്കെ, the atmospheric pressure decreases with altitude. Then the pressure decreases at the rate of 1 millibar per an altitude of 10 meter. What is it? The pressure decreases at the rate of 1 millibar per an altitude of 10 meter. ഓരോ 10 മീറ്റർ ഉയരം കൂടുമ്പോഴും 1 millibar എന്നുള്ള അളവിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുന്നു. ഇപ്പോൾ നമ്മൾ 10 മീറ്റർ ഉയരത്തിലേക്ക് പോയി, അപ്പോൾ 1 millibar അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. നമ്മൾ അതിൻ്റെ കൂടെ അടുത്ത 10 മീറ്റർ, അപ്പോൾ ടോട്ടൽ 20 മീറ്റർ, അപ്പോൾ അടുത്ത 1 millibar അറ്റ്മോസ്ഫിയറിക് പ്രഷറും കൂടിയും കുറയും. എന്ന് വെച്ചാൽ ടോട്ടൽ 2 millibar. അങ്ങനെ നമ്മൾ ഉയരത്തിലേക്ക് പോകും തോറും, ഓരോ 10 മീറ്റർ ഉയരത്തിലേക്ക് പോകും തോറും ഓരോ millibar വീതം അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുന്നു. As one goes up, there is a decrease in atmospheric pressure due to rarefaction of air with altitude. The atmospheric pressure and the altitude are inversely proportional. So the relationship between atmospheric pressure and altitude are inversely related. Okay, so atmospheric pressure and altitude. The atmospheric pressure decreases with altitude. Okay, that is, it decreases at the rate of 1 millibar per an altitude of 10 meter. Clear? So these are inversely related, atmospheric pressure and altitude.
So from this picture we can say that the high atmospheric pressure at the point of B and low atmospheric pressure at the point of A, right? ഇവിടെ നിങ്ങൾക്ക് രണ്ട് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് കാണാം അല്ലേ? വൈ ഡു മൗണ്ടനേഴ്സ് ക്യാരി ഓക്സിജൻ സിലിണ്ടേഴ്സ്? എന്തുകൊണ്ടാണ് പർവ്വതാരോഹകർ ഓക്സിജൻ സിലിണ്ടർ കൂടെ കരുതുന്നത്? Then you might have felt your ears clog and you go to high altitude places like Ponmudi, Ooty and Brahmagiri. Why? എന്താണ്, ചില സമയത്ത് നമുക്ക് നമ്മളുടെ ചെവിയൊക്കെ ഇങ്ങനെ അടഞ്ഞിരിക്കുന്നൊരു ഫീൽ ഉണ്ടായിരിക്കും അല്ലേ? എങ്ങനെ? ഹൈ ആൾട്ടിറ്റ്യൂഡായിട്ടുള്ള സ്ഥലങ്ങൾ, പൊന്മുടി, ഊട്ടി, ബ്രഹ്മഗിരി അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ. എന്തുകൊണ്ടാണ്? എല്ലാത്തിൻ്റെയും ആൻസർ എന്താണ്? നമ്മൾ ഹൈറ്റിലേക്ക് പോകും തോറും അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. ദാറ്റ്സ് ദ റീസൺ. ഓക്കെ. ദെൻ ടെമ്പറേച്ചർ ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ടെമ്പറേച്ചർ, ഹൗ ടെമ്പറേച്ചർ അഫക്റ്റ് ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ. നിങ്ങൾ ഓൾറെഡി ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ലൈക്ക് എനി അതർ ഒബ്ജക്റ്റ്, എയർ ഓൾസോ എക്സ്പാൻഡ് വെൻ ഇറ്റ് ഗെറ്റ് ഹീറ്റഡ്. വെൻ ഇറ്റ് ഗെറ്റ് ഹീറ്റഡ് ദ എയർ ഈസ് ഓൾസോ എക്സ്പാൻഡ് അല്ലേ? ചൂട് തട്ടുമ്പോൾ എയറും എന്ത് സംഭവിക്കുന്നു? എയറും എക്സ്പാൻഡ് ചെയ്യുന്നു, വികസിക്കുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ബലൂണ് വീർപ്പിച്ചിട്ട് വെയിലത്ത് വെക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ആ ബലൂൺ എന്ത് ചെയ്യുന്നു? നല്ല വെയിലത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ആ ബലൂൺ എന്ത് ചെയ്യുന്നു? വീർത്ത് പൊട്ടും. വാട്ട്സ് ദ റീസൺ? അതായത് ആ ബലൂണിൻ്റെ ഉള്ളിലുള്ള എയർ ചൂടിങ്ങനെ കിട്ടി കൊണ്ടിരിക്കുമ്പോൾ ആ എയർ എക്സ്പാൻഡ് ചെയ്ത് വരും. അപ്പം ഇതിങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് ആ ബലൂണിൻ്റെ ഉള്ളിൽ ആ എയറിന് നിൽക്കാൻ സ്ഥലമില്ല അല്ലേ? അപ്പം അത് പുറത്തേക്ക് വരികയാണ്. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ബലൂണ് പൊട്ടിയിട്ട് ആ എയർ അതിൽ നിന്ന് റിലീസ് ആവുകയാണ്. അത് തന്നെയാണ് ഇവിടെയും. എന്ത് സംഭവിക്കുന്നു? വെൻ ദി എയർ ഗെറ്റ് ഹീറ്റഡ് ഇറ്റ് വിൽ എക്സ്പാൻഡ്. ഓക്കെ. ദി എക്സ്പാൻഡഡ് എയർ ഈസ് ലെസ് ഡെൻസ് ആൻഡ് ഹെൻസ് ഇറ്റ് അസെൻഡ്സ്. അപ്പോൾ ഇങ്ങനെ എക്സ്പാൻഡഡ് ആയിട്ടുള്ള എയർ എന്ത് ചെയ്യുന്നു? ഇറ്റ് ഈസ് ലെസ് ഡെൻസ്. അതിൻ്റെ ഡെൻസിറ്റി എന്തായിരിക്കും? ലെസ് ആയിരിക്കും, സാന്ദ്രത കുറവായിരിക്കും. ആൻഡ് ഇറ്റ് അസെൻഡ്സ്, അത് മുകളിലേക്ക് ഉയർന്നു പോകുന്നു. ഓക്കെ. അപ്പോൾ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള എയർ ദി എക്സ്പാൻഡഡ് എയർ ബിക്കം ലെസ് ഡെൻസിറ്റി, കുറഞ്ഞ സാന്ദ്രതയായിരിക്കും ഉണ്ടാവുക. സോ ദിസ് ലീഡ് ടു ദി ലോവറിങ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ അത് ആ പ്രദേശത്ത് എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയാൻ കാരണം. സോ കോൾഡ് റീജിയൻസിൽ, ഹൈ കോൾഡ് റീജിയൻസിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹൈ ആയിരിക്കും, കാരണം അവിടെ ചൂട് കുറവാണല്ലോ. നേരെ മറിച്ച് ഹോട്ടായിട്ടുള്ള നല്ല ടെമ്പറേച്ചർ കൂടിയൊരു സ്ഥലത്താണെങ്കിലോ അവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവായിരിക്കും. ഓക്കെ. ദി അസെൻഡിങ് എയർ സ്പ്രെഡ് ടു ദ സൈഡ് ആൻഡ് ഇറ്റ് സ്റ്റാർട്ട് കൂളിങ്. ഇങ്ങനെ അസെൻഡ് ചെയ്ത് പോയിട്ടുള്ള എയർ എന്ത് ചെയ്യുന്നു? വിച്ച് സ്പ്രെഡ് ടു ദി സൈഡുകളിലേക്ക് അത് സ്പ്രെഡ് ചെയ്തു പോകും. പിന്നെയും അതെന്ത് ചെയ്യും? കൂളാവും. ഓൺ കൂളിങ് ഇറ്റ് ബിക്കം ഡെൻസ്. തണുത്ത് കഴിയുമ്പോൾ ആ എയർ വീണ്ടും എന്ത് ചെയ്യുന്നു? ഡെൻസ് ആവുന്നു, ഡെൻസിറ്റി കൂടുന്നു. ആൻഡ് ഡിസെൻറ്റ്, പിന്നെ അത് താഴത്തേക്ക് വീണ്ടും ഇറങ്ങി വരുന്നു. ആസ് എ റിസൾട്ട് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇൻക്രീസസ്. അപ്പോൾ വീണ്ടും അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും അല്ലേ? വശങ്ങളിലേക്ക്, ചൂട് കൂടിയ എയർ വശങ്ങളിലേക്ക് പോകും തോറും അത് കൂളാവാൻ തുടങ്ങും. കൂളായി കഴിഞ്ഞാൽ അത് വീണ്ടും താഴേക്ക് വരും. അപ്പോൾ വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടും. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ആണ് ഈ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കുന്നത്. സോ ടെമ്പറേച്ചർ ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ. ദാറ്റ് ദ എയർ ഓൾസോ എക്സ്പാൻഡ് വെൻ ഇറ്റ് ഗെറ്റ് ഹീറ്റഡ്. അപ്പോൾ എയർ എന്ത് ചെയ്യുന്നു? ഹീറ്റ് കിട്ടുന്നതോട് കൂടിയിട്ട് എയർ എക്സ്പാൻഡ് ചെയ്യുന്നു. ആൻഡ് വിച്ച്
സ്പ്രെഡ് ദി സൈഡ്സ്, എന്ത് ചെയ്യുന്നു, സൈഡുകളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ അസെൻറ്റ്, മുകളിലേക്ക് പൊങ്ങുകയും ചെയ്യുന്നു. സോ ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ആർ ഇൻവേഴ്സ്ലി റിലേറ്റഡ്. Okay, then you can see two pictures. One is related to day and the second one is night. So we can easily say that at the second picture, that the night time the atmospheric pressure may be high and the daytime the atmospheric pressure become low. അല്ലേ? ചൂട് കൂടുതൽ ഏത് സമയത്താണ്? ഡേ ടൈമിലാണ്. അപ്പോൾ നമുക്ക് പറയാം എന്ത്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ അവിടെ കുറവാണ്. നൈറ്റ് ടൈമിൽ അത്ര ചൂടില്ല. സോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അവിടെ എന്തായിരിക്കും, കൂടുതൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എടുത്തിട്ടുള്ള ഭാഗങ്ങൾ നന്നായിട്ട് വായിച്ച് നോക്കുക. പിന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്, നന്നായിട്ട് വായിച്ച് നോക്കുക. ഓക്കെ, താങ്ക് യു.